നമസ്കാരം. ഇന്നലെ ഫാമിലി ആയിട്ട് ഒരു ഫിലിമിന് പോയി. ആസിഫ് അലിയുടെ സർക്കിട്ട് എന്നുള്ള ഫിലിമുണ്ട്. അപ്പൊ ആ ഫിലിമിനെ കുറിച്ചിട്ടും അതിൽ പറഞ്ഞിട്ടുള്ള ADHD എന്നുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു 10% കുട്ടികൾക്കും കാണുന്ന ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. സാധാരണ കുട്ടികൾക്കാണ് അത് കോമൺ ആയിട്ട് കാണാറ്, പക്ഷെ വലിയ ആളുകൾക്കും അത് കാണാറുണ്ട്. നമ്മുടെ ആക്ടർ ഫഹദ് ഫാസിൽ ADHD ഉണ്ടെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി. ADHD ഉള്ള കുട്ടികൾ സാധാരണ ഭയങ്കര ശബ്ദക്കുറവായിരിക്കും, അറിയാവുന്ന കാര്യങ്ങൾ തന്നെ നിരന്തരമായിട്ട് തെറ്റിക്കുക, അതുപോലെ തന്നെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഭയങ്കര പിടിവാശിയായിരിക്കും, അതുപോലെ തന്നെ മറവി, നിരന്തരമായിട്ട് ഓരോ സാധനങ്ങൾ വെച്ച് മറക്കുക, അങ്ങനെയുള്ള കുട്ടികൾ ആയിരിക്കും. പക്ഷെ ഇത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾ ഭയങ്കര എക്സ്ട്രീം ലെവലിലേക്കായിരിക്കും. വാശിയാണെങ്കിലും മറവിയാണെങ്കിലും ഈ ആലോചന കുറവാണെങ്കിലും അതെല്ലാം നിരന്തരമായിട്ട് ഭയങ്കര ഒരു എക്സ്ട്രീം ലെവലിലേക്ക് വരുന്ന കണ്ടീഷൻ ആയിരിക്കും. ഈ ഫിലിമിൽ ഒർഹാൻ ഹൈദർ എന്നുള്ള ഒരു ബാലതാരം വളരെ മനോഹരമായിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഫിലിമിൽ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളോട് എങ്ങനെ നമ്മൾ പെരുമാറണം, എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും വളരെ മനോഹരമായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. ഈ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കഥ എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ നാട്ടുകാരനായ തമറാണ്. തമറിനെ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പരിചയമുണ്ട്. കാരണം ഞാൻ 7ാം ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ മാറിയപ്പോൾ ആ സ്കൂളിൽ 8ാം ക്ലാസ്സിലാണ് തമർ വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരുപാട് കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ തമർ വളരെ മനോഹരമായിട്ട് ഇത് കഥ എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ കാസ്റ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ആ ബാലതാരം ഒർഹാൻ ഹൈദറിന്റെ പ്രകടനം, അതുപോലെ തന്നെ ആസിഫ് അലിന്റെ ഒക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കണക്ട് ആവുന്ന റോളാണ്. പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ഭയങ്കര കണക്ട് ആവും. ജോലി അന്വേഷിച്ച് പോകുന്ന ഒരു പ്രവാസിയുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഇമോഷണൽ ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദീപക്, ജിജിപ്രഭ, അതുപോലെ തന്നെ ചെറിയ റോൾ ചെയ്ത ആളുകൾ പോലും വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇക്ക, വ്ളോഗർ അലക്സാണ്ടർ, അവരുടെ പ്രകടനമൊക്കെ വളരെ മികച്ചതായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ മ്യൂസിക്കാണ്. ഗോവിന്ദ് വസന്താണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. 2 മണിക്കൂറും കോമഡി പോലും ഇല്ലാതെ നമ്മൾ ഫിലിമില് ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. തമർ ഇതുപോലുള്ള നല്ല സിനിമകൾ ഇനിയും താങ്കളും ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ് ബ്രോ.